കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്കൂളുകളിൽ ഇനി വിദ്യാർത്ഥികളെ നമുക്ക് തോൽപ്പിക്കാം. കേന്ദ്രീയ വിദ്യാലയങ്ങളിലും ജവഹർ നവോദയ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ തോൽപ്പിക്കാൻ പാടില്ല എന്ന ഉത്തരവ് കേന്ദ്ര സർക്കാർ റദ്ദാക്കി. സൈനിക സ്കൂളുകൾ ഉൾപ്പെടെ 3000 സെൻട്രൽ സ്കൂളുകളെയും ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളെയും ഈ തീരുമാനം ബാധിക്കുമെന്നറിയുന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരമൊരു തീരുമാനമെടുക്കാൻ എന്താണ് ബൽറാം കാരണം? SKN 2010 വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും സൗജന്യ വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ തോൽപ്പിക്കൽ എന്ന സമ്പ്രദായം വിദ്യാഭ്യാസത്തിൽ നിന്നും സ്കൂളുകളിൽ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ ഇതിനെതിരെ പല സംസ്ഥാന സർക്കാരുകളിൽ നിന്നും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം കുറയുന്നുവെന്നും വിദ്യാർത്ഥികൾ ഗൗരവത്തോടെ ഈ സ്കൂൾ വിദ്യാഭ്യാസത്തെ കാണുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഉയർന്നതിന്റെ ഭാഗമായി 2019 ഈ വിദ്യാഭ്യാസ അവകാശ നിയമം ഭേദഗതി ചെയ്ത് 5-8 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെ അവരുടെ ഗുണനിലവാരം പുലർത്തുന്നില്ല, അല്ലെങ്കിൽ പ്രൊമോഷൻ ആവശ്യമായ ഗുണനിലവാരം ഇല്ല എങ്കിൽ അവരെ ഒരിക്കൽ കൂടി ആ ക്ലാസ്സുകളിൽ ഇരുത്താം അല്ലെങ്കിൽ തോൽപ്പിക്കാം എന്ന ഭേദഗതി ചെയ്തിരുന്നു. ഇത് എന്നാൽ അതത് സംസ്ഥാന സർക്കാരുകൾ അല്ലെങ്കിൽ അധികാര പരിധിക്കനുസരിച്ച് സർക്കാരുകൾ തീരുമാനിക്കാം എന്നുള്ളതാണ്. 18ഓളം സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ ഈ നയം, തോൽവിയില്ല എന്ന നയം ഒഴിവാക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും കേന്ദ്രം ഇതുവരെയും ആ ഭേദഗതി ചെയ്തിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഇറങ്ങിയ വിജ്ഞാപനത്തിലാണ് കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നെഹ്റു നവോദയ വിദ്യാലയങ്ങൾ എന്നിവയിലും ഇത് ബാധകമാക്കിക്കൊണ്ട് 5-8 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെ തോൽപ്പിക്കാം എന്നുള്ള നയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിന് കർശന നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കാത്ത വിദ്യാർത്ഥികളെ തോൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ക്ലാസ് ടീച്ചർ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി 2 മാസത്തിനകം പരീക്ഷ എഴുതി അവർക്ക് പാസ്സാകാൻ കഴിയുന്നതാണ്. ഇത്തരത്തിലുള്ള കുട്ടികളുടെ പട്ടിക പ്രധാന അധ്യാപകൻ തയ്യാറാക്കുകയും ഈ കുട്ടികൾ ഈ ഗുണനിലവാരത്തിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും വേണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇത് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സൈനിക് സ്കൂളുകളെയും ഉൾപ്പെടെ ഇത് ബാധകമാകും. ഏതാണ്ട് 3000-ഓളം കേന്ദ്രീയ സർക്കാരിന് കീഴിൽ വരുന്ന വിദ്യാലയങ്ങൾക്ക് ഇത് ബാധകമാകും. SKN